സദ്ഗുരുശരണം ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ ആരംഭിക്കാം. ഓം സദ്ഗുരുശരണം. സന്യാസി ഇരിക്കുന്നിടത്ത് എല്ലാം വന്നു ചേരും. നല്ലതും ചീത്തയും വരും. നല്ലതും ചീത്തയും ഒരുപോലെ സ്വീകരിക്കാൻ സന്യാസിക്ക് കഴിയും. നല്ലതിനെ കൂടുതൽ നല്ലതാക്കാനും ചീത്തയെ ക്രമേണ മാറ്റിയെടുക്കാനും കഴിയും. മനുഷ്യന്റെ മനോഗതിയെ, കർമ്മഗതിയെ ശുദ്ധീകരിക്കുന്നവനാണ് സന്യാസി. അത് ലോകത്തിന്റെ അഴുക്കുവാരലാണ്. ലോകത്തിന്റെ അഴുക്കുവാരി ലോകത്തെ സന്യാസി ശുദ്ധീകരിക്കുന്നു. സന്യാസി ശുദ്ധനാണ്. സന്യാസം ശുദ്ധതയും. 40ാം സന്യാസി ദീക്ഷാ വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സത്സംഗത്തിന്റെ 11ാം ദിവസമായ ഇന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ആദരണീയ ഡോക്ടർ ജനനി ഊർമിള ജ്ഞാന തപസ്വിനിയെ ക്ഷണിക്കുന്നു. മ്യൂട്ടാണ് ജന്നി. സദ്ഗുരുശരണം. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവി പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരു പരമ്പരയും സകലതും എന്റെ ഗുരുവിന്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയുഗത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലതിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരുശരണം. ഗുരുപാദ വന്ദനത്തിനായി ബ്രഹ്മചാരിണി സച്ചിത എമ്മിനെ ക്ഷണിക്കുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകയം നിറയുന്നു പൊരുളെന്നു ഞങ്ങളിലെ ഗണി കരുണാമയ. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. തവ പാദ പങ്കജ വന്ദനം. തവ പാദ പങ്കജ വന്ദനം. ഗുരുവാണി വായിക്കുന്നതിനായി ബ്രഹ്മചാരി മനു എന്നമ്മിനെ ക്ഷണിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സദ്ഗുരുവേ ശരണം. ഗുരുവാണി. ഭക്തി ഒരു സുഹൃത വിശേഷമാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ ദുഃഖിച്ചുണ്ടാകുന്ന ഭക്തി ഭക്തിയല്ല. നിർവൃതി ഉണ്ടാകുന്ന ഭക്തി അതൊരു ധന്യതയാണ്. ആ ഭക്തി 3.25 നാഴിക നേരം സിദ്ധിച്ചാൽ ഒരു സമാധി സിദ്ധിച്ചു എന്നർത്ഥം. വിവേകമുള്ള ഒരാൾക്കാണ് ഇത് കിട്ടുന്നതെങ്കിൽ അവനത് അനുഭവപ്പെടുത്താൻ പരിശ്രമിക്കും. ഭക്തി അനുഭവപ്പെടുത്തി പോകേണ്ട വിശേഷമാണ്. ഭക്തിഭാവത്തിന്റെ അനുഭാവങ്ങളായി ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന 3 അവസ്ഥകളുണ്ട്. അത് ഏതൊരാൾക്കും ഉണ്ട്. ഈ ഭാവാവസ്ഥകളിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്രകാരം അനുഭവപ്പെടുമ്പോൾ മുമ്പ് കണ്ടുകഴിഞ്ഞ പ്രതീതിയും ഇപ്പോൾ നിലനിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രതീതിയും എന്തിലോ കലർന്നു പോകുന്ന പ്രതീതിയും ഒരേ സമയത്തുണ്ടാകും. സദ്ഗുരുവേ ശരണം. ഓം സദ്ഗുരുശരണം. ഒരറിയിപ്പുണ്ട്. നാളെ വ്യാഴാഴ്ച പ്രാർത്ഥന ആയതിനാൽ 7:45 സത്സംഗം ആരംഭിക്കുന്നത്. ഇന്നീ സത്സംഗത്തിൽ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പോസ് അവർകളാണ്.
ആരാധ്യനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി 1930 സ്ഥാപിച്ച സീറോ മലങ്കര കാത്തോലിക്ക സഭ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ച് ഇവാഞ്ചലിക്കൽ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. 1000-ലധികം ഇടവകകളുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളാണ് ബഹുമാന്യനായ ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പോസ്. മാവേലിക്കര സ്വദേശിയായ അദ്ദേഹം സെമിനാരിയിലെ ഫിലോസഫി, തിയോളജി പഠനത്തിനു ശേഷം 1983 പുരോഹിതനായി. ഫ്രഞ്ച് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും തിരുനെൽവേലി MS യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഉൾപ്പെടെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. 2022 തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം സഹായമെത്രയനായി നിയോഗിതനായി. ബഹുമാനപ്പെട്ട ഓക്സിലറി ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പോസിനെ ആദരവോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അഭിവന്യ സന്യസ്ത ശ്രേഷ്ഠരെ, പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ശാന്തിഗിരി ആശ്രമത്തിലെ 40ാം സന്യാസ ദീക്ഷ വാർഷികത്തോടനുബന്ധിച്ച് സന്യാസത്തെക്കുറിച്ച് ആധ്യാത്മിക മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഓൺലൈൻ പ്രഭാഷണം ഒക്ടോബർ 3 വരെ സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമം. ഈ പരിപാടിയിൽ മലങ്കര സഭയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും മലങ്കര സഭയുടെ സ്ഥാപകനായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ സന്യാസ ദർശനങ്ങളെക്കുറിച്ച് വെളിച്ചം നൽകുന്നതിനും സന്യാസത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയും ഞാനുമായി വ്യക്തിപരമായ ഒരു അടുപ്പവും ബന്ധവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ മലങ്കര കത്തോലിക്ക സഭ പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മാർ ഇവാനിയോസിൻ്റെ സന്യാസ ദർശനം ഭാരതത്തിൻ്റെ സന്യാസ ദർശനവും കത്തോലിക്ക സഭയുടെ സന്യാസവുമായി സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ്. ത്യാഗത്തിൻ്റെ ജീവിതം ആത്യന്തികമായി ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ത്യാഗ ജീവിതമാണ് സന്യാസം. അതിന് മോക്ഷമെന്നും മുക്തിയെന്നും നിത്യതയെന്നും പറയപ്പെടുന്നു. ഈ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാൻ ലാളിത്യത്തിൻ്റെ ജീവിതമാണ് ഇങ്ങനെയുള്ളവർ നയിക്കേണ്ടത്. അതോടൊപ്പം പ്രകൃതിയുമായുള്ള ഐക്യത്തിൻ്റെ ജീവിതവും സന്യസ്തർ ലോകചരിത്രത്തിൽ നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം ഏതുതരം വെല്ലുവിളികളും സഹനങ്ങളും ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവരായിത്തീരും. മാർ ഇവാനിയോസ് പിതാവിൻ്റെ സന്യാസ ദർശനത്തിന് നിദാനമായി അടിസ്ഥാനമായി നിൽക്കുന്നത് കത്തോലിക്ക സഭയുടെ സന്യാസ ദർശനമാണ്. ക്രിസ്തീയ ചരിത്രത്തിൽ സന്യാസം എപ്പോഴും ലൗകികതയിൽ നിന്നുള്ള ഒരകലമാണ്. ആദിമ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഇടങ്ങളിലെല്ലാം ആ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ സന്യാസത്തിൻ്റെ മാർഗം അവലംബിച്ചവരെ കാണാൻ കഴിയും. പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യത്തിലും പാശ്ചാത്യ ക്രിസ്തീയ പാരമ്പര്യങ്ങളിലും സന്യാസത്തിൻ്റെ അടിവേരുകൾ ദൃശ്യമാണ്. പൗരസ്ത്യ സന്യാസത്തിൻ്റെ മുൻനിരക്കാരായി നിൽക്കുന്ന വിശുദ്ധ അന്തോണിയോസ്, വിശുദ്ധ പക്കോമിയോസ് എന്നിവരുടെ സന്യാസ ചൈതന്യവും ത്യാഗനിർഭരമായ ജീവിത മൂല്യങ്ങളും സന്യാസത്തിൻ്റെ മാഹാത്മ്യത്തെ വിളിച്ചോതുന്നു. പാശ്ചാത്യ ക്രിസ്തീയ പാരമ്പര്യത്തിൽ വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തുടങ്ങിയവരുടെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും
ക്രിസ്താനുകരണത്തിൻ്റെയും മാതൃക സന്യാസത്തിൻ്റെ ബാലപാഠങ്ങളായി നിലകൊള്ളുന്നു. ക്രിസ്തീയ സന്യാസ പാരമ്പര്യത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവാണ് സന്യാസത്തിൻ്റെ ഉദാത്ത മാതൃക. യേശുവിൻ്റെ എളിമയും കുരിശിലെ ത്യാഗവും സഹനങ്ങളും മാതൃകയാക്കാനാണ് ഓരോ ക്രിസ്തീയ സന്യാസിയും പരിശ്രമിക്കേണ്ടത്. സന്യാസ ജീവിതത്തിൽ സുഹൃതങ്ങൾ പരിശീലിപ്പിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് കൂട്ടായ ജീവിതം അഥവാ സന്യാസ സമൂഹ ജീവിതം. പരസ്പരമുള്ള തിരുത്തലുകളിലൂടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥന, പ്രവർത്തനം എന്നിവയിലൂടെയും ത്യാഗത്തിൻ്റെയും സുഹൃതത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് ഓരോ ക്രിസ്തീയ സന്യാസിയും പരിശ്രമിക്കുന്നത്. നിയതമായ സന്യാസ നിയമങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിട്ടയായ ജീവിതം, യാമങ്ങൾ തോറുമുള്ള പ്രാർത്ഥന, വിശുദ്ധ ബൈബിൾ പാരായണം, ദണ്ഡനങ്ങൾ, കഠിനമായ കായികാധ്വാനം, അനുതാപധ്യാനങ്ങൾ എന്നിവയിലൂടെ ശരീരത്തെ ഹേമിച്ച് ആത്മാവിനെ പ്രോജ്വലമാക്കാനും നിത്യജീവൻ പ്രാപിക്കാനും ക്രിസ്തീയ സന്യാസി പരിശ്രമിക്കുന്നു. ഇതിന് സഹായകമാകുന്ന രീതിയിലാണ് കത്തോലിക്ക പാരമ്പര്യത്തിൽ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങളുടെ അനുഷ്ഠാനത്തെ സന്യാസ ജീവിതത്തോട് വിളക്കി ചേർത്തിരിക്കുന്നത്. യേശു പിതാവായ ദൈവത്തോട് അനുസരണമുള്ളവനായിരുന്നത് പോലെ ഓരോ സന്യാസിയും അനുസരണയും എളിമയും പരിശീലിക്കണം. യേശു ലളിതമായി ജീവിച്ചതുപോലെ ഓരോ സന്യാസിയും ലാളിത്യം പരിശീലിക്കണം. യേശു ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചതുപോലെ ഓരോ സന്യാസിയും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ആത്യന്തികമായ സന്തോഷം കണ്ടെത്തണം. ഈ അടിസ്ഥാന മൂല്യങ്ങളിൽ വേരൂന്നിയാണ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സന്യാസ ദർശനവും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സഭയുടെ ശുദ്ധീകരണത്തിനും സമൂഹത്തിൻ്റെ നവീകരണത്തിനുമുള്ള മാധ്യമമായി മാർ ഇവാനിയോസ് തിരുമേനി സന്യാസത്തെ കണ്ടു. അദ്ദേഹം സ്ഥാപിച്ച സന്യാസ സമൂഹങ്ങളുടെ നാമത്തിൽ തന്നെ ക്രിസ്താനുകരണത്തിൻ്റെ മൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണ സന്യാസിയായി ജീവിച്ച ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടാനാണ് ഓരോ സന്യാസിയും ശ്രമിക്കേണ്ടത്. മാർ ഇവാനിയോസ് തിരുമേനിയുടെ സന്യാസ ജീവിത സഹായി എന്ന ഗ്രന്ഥം സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ നൽകുന്നു. സന്യാസിയെ മാർ ഇവാനിയോസ് തിരുമേനി യാഗപശുവിനോടാണ് ഉപമിക്കുന്നത്. യാഗപശുവിനെ പോലെ സമ്പൂർണ്ണ ഹോമയാഗമാകാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ സന്യാസിയും. സന്യാസി സർവസംഘ പരിത്യാഗിയായിരിക്കണം. സന്യാസ ഭവനങ്ങളെ സഭയുടെ ഹൃദയമായും പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെ സ്രോതസ്സുകളുമായിട്ടാണ് മാർ ഇവാനിയോസ് തിരുമേനി പഠിപ്പിക്കുന്നത്. കഠിനാധ്വാനത്തിലൂടെയും ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെയും തീവ്രമായ പ്രാർത്ഥനയിലൂടെയും ചിട്ടയായ സന്യാസ ശിക്ഷണക്രമങ്ങളിലൂടെയും അനുദിനം സ്വയം വിശുദ്ധീകരിക്കപ്പെടാനും യേശുവിനോട് താതാത്മ്യപ്പെടാനും ഓരോ സന്യാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. സന്യാസത്തെ സ്നേഹമാർഗമായിട്ട് കൂട്ടി മാർ ഇവാനിയോസ് തിരുമേനി വിവരിക്കുന്നു. ദൈവികമായ സ്നേഹം പരിശീലിക്കാനും ആ സ്നേഹത്തെ പ്രതി സമൂഹ നന്മ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമുള്ളതാണ് സന്യാസ ജീവിതം. ഇതിനുള്ള അടിസ്ഥാന ജീവിതക്രമങ്ങളായി അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങളെ മാർ ഇവാനിയോസ് തിരുമേനി അവതരിപ്പിക്കുന്നു.
ചുരുക്കത്തിൽ മാർ ഇവാനിയോസ് തിരുമേനിയുടെ അഭിപ്രായത്തിൽ ക്രിസ്തീയ സന്യാസം യേശുവിനോടുള്ള താതാത്മ്യപ്പെടലും സന്യാസ സമൂഹ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനവുമാകും. ദൈവ സേവനത്തെക്കാൾ ഉത്തമം ദൈവസമ്പാദനമാണെന്ന് മാർ ഇവാനിയോസ് തിരുമേനി പഠിപ്പിച്ചു. താൻ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ ജീവിച്ചു കാണിച്ച വ്യക്തിയാണ് മാർ ഇവാനിയോസ് തിരുമേനി. പദവികളെല്ലാം ഉപേക്ഷിക്കാനും സന്യാസത്തിൻ്റെ കാഷായ വേഷം അണിയുവാനും പ്രകൃതിയോടിണങ്ങി റാന്നിക്കടുത്ത മുണ്ടൻമലയിൽ ജീവിക്കുവാനും മൺചട്ടിയിൽ കഞ്ഞി കുടിക്കുവാനും ദീർഘനേരം പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ അഭ്യസിക്കുവാനും തിരുമേനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ദൈവസാന്നിധ്യത്തിൻ്റെ ഇരിപ്പിടമായ ദേവാലയത്തിൽ മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിച്ച വ്യക്തിയായിരുന്നു മാർ ഇവാനിയോസ് തിരുമേനി. എളിമയെ അഭ്യസിക്കുവാൻ ആത്മബന്ധനങ്ങളും ത്യാഗങ്ങളും മാർ ഇവാനിയോസ് തിരുമേനി അനുഷ്ഠിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തീയ സന്യാസത്തെ ആദർശപരമായും ജീവിതം കൊണ്ടും പുനരാവിഷ്കരിച്ച വ്യക്തിയായി മാർ ഇവാനിയോസ് തിരുമേനി മലങ്കര സഭയ്ക്ക് പ്രചോദനം നൽകുന്നു. മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് മാർ ഇവാനിയോസ് തിരുമേനി നൽകിയ സന്യാസ ദർശനം എന്നും ഉദാത്ത മാതൃകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്ത പ്രഭാഷണത്തിനായി നമ്മോടൊപ്പമുള്ളത് സ്വാമി വിവേകാമൃതാനന്ദപുരിയാണ്. 1981 സ്ഥാപിതമായ ശ്രീ മാതാ അമൃതാനന്ദമയി മഠം അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആത്മീയ സ്ഥാപനമാണ്. 34 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ മാതാ അമൃതാനന്ദമയി ആശ്രമത്തിൽ ബ്രഹ്മചാരിയായി ചേർന്ന് 2020 സന്യാസ ദീക്ഷ സ്വീകരിച്ച് സ്വാമി വിവേകാമൃതാനന്ദപുരിയാണ് നമ്മോടിന്ന് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത്. 28 വർഷമായി അമ്മയുടെ നിർദ്ദേശാനുസരണം കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രഭാഷണങ്ങളും ജ്ഞാനയജ്ഞങ്ങളും നടത്തുന്ന അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് അധ്യക്ഷനായ സ്വാമി വിവേകാനന്ദപുരിയെ ആദരവോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപകനായ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു സമൂഹത്തിൽ ധർമ്മം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 1984 ആദ്യമായി അദ്ദേഹം കുറച്ച് ശിഷ്യഗണങ്ങൾക്ക് ദീക്ഷ നൽകി അവരെ അനുഗ്രഹിച്ചിരുന്നു. അത് ഈ വിജയദശമി നാളിലായിരുന്നു. ഈ വേളയിൽ അതിൻ്റെ 40ാം വാർഷികം ശാന്തിഗിരി ആശ്രമം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ മംഗളങ്ങളും ഭാവുകങ്ങളും ആദ്യമായി നേരുന്നു. ഒപ്പം തന്നെ വ്യത്യസ്തങ്ങളായ ആശ്രമധർമ്മങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിഭിന്നങ്ങളായ സന്യാസ സമ്പ്രദായങ്ങളെ പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ഒരു സത്സംഗ പരിപാടി കൂടി ഈ ആഘോഷവേളയിൽ ഉൾപ്പെടുത്തി എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ട്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രാചീനമായ രീതിയിൽ തന്നെ ഒരു സന്യാസ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒരു സമ്പ്രദായം എന്ന് വിവരിക്കാൻ സാധ്യമല്ല. കാരണം സന്യാസത്തിന് ധാരാളം സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രാചീനം എന്ന് പറയാവുന്ന ബഹൂതകൻ, കുടീചകൻ, ഹംസൻ, പരമഹംസൻ തുടങ്ങിയ സമ്പ്രദായങ്ങളൊക്കെ പണ്ടുകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അത് ധാരാളം തീർത്ഥങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഒരിടത്തും തങ്ങി നിൽക്കാതെ, ഈ തങ്ങി നിൽക്കിയാൽ
നിൽക്കുകയാണെങ്കിൽ 1-2 ദിവസം, അല്ലെങ്കിൽ 2-3 ദിവസം, വലിയ പട്ടണങ്ങളൊക്കെ ആണെങ്കിൽ 7 ദിവസം, ഇങ്ങനെയുള്ള ചില ചിട്ടകളൊക്കെ പെടുത്തിയിട്ടാണ് അങ്ങനെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കുടീചകന്മാരെ എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് ചെറിയ കുടിലോ ഭരണകുടീരങ്ങളൊക്കെ കെട്ടി അവിടെ താമസിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സാധനകളിൽ മുഴുകിയിരുന്നത്. അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ. ഹംസൻ ചില അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ കയ്യിൽ വെച്ച് ധാർമ്മികമായ ചര്യകളിൽ മുന്നോട്ട് പോകുന്നവരായിരുന്നു. പരമഹംസന്മാർ ചിഹ്നങ്ങളൊക്കെ ഉപേക്ഷിച്ചവരാണ്. പക്ഷെ അവർ പരമതത്വത്തെ നിരന്തരം ധ്യാനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങൾ, ശൈവം, വൈഷ്ണവം, ശാക്തേയം തുടങ്ങിയ വിവിധ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സന്യാസത്തെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മുടെ വേദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ധർമാർത്ഥ കാമ മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വേദധർമ്മങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതിൽ മോക്ഷം അവസാനത്തെ പടിയാണ്. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ ധരിക്കുന്നത് പോലെ മരിച്ചതിന് ശേഷം കിട്ടുന്ന എന്തോ ഒന്നാണെന്നാണ് പലരും, നമ്മുടെ ഇടയിലുള്ള പലരും വിശ്വസിച്ച് പോരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശാശ്വതമായ ദുഃഖ നിവർത്തി നേടുന്നത് തന്നെയാണ് മോക്ഷം. അതിനെ നമ്മൾ ജീവൻ മുക്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യാതൊരു ദുഃഖങ്ങളും ഒരാളെ ഏശാത്ത വിധത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിലേക്ക് എത്താനാണ് അതിൻ്റെ സന്യാസ സമ്പ്രദായം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഭഗവത്ഗീതയിൽ നമുക്ക് 18-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ ഒടുവിലത്തെ മോക്ഷസന്യാസ യോഗമാണ്. അപ്പം അതിൽ 2-ാമത്തെ ശ്ലോകം സന്യാസത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഹ. ഫലപ്രതീക്ഷയോടുകൂടിയ കർമ്മങ്ങളെ വെടിയലാണ് സന്യാസമെന്ന് ജ്ഞാനികൾ അറിയുന്നു. സർവകർമ്മഫലങ്ങളെയും ത്യജിക്കുന്നതാണ് ത്യാഗം എന്ന് പറയപ്പെടുന്നു. കാരണം ഇവിടെ കർമ്മങ്ങളെ വെടിയണം എന്നല്ല ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, കർമ്മഫലങ്ങളെ വെടിയുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലപ്രതീക്ഷകൾ. കാരണം ഈ ഫലപ്രതീക്ഷകളാണ് മനുഷ്യനെപ്പോഴും ദുഃഖം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നടന്നാൽ സന്തോഷം, നടന്നില്ലെങ്കിൽ ദുഃഖം. ഇങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രതീക്ഷയോടുകൂടിയ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ദുഃഖങ്ങളെ, സുഖത്തോടൊപ്പം ദുഃഖത്തെയും കൊണ്ട് നടക്കേണ്ടി വരും, ചുമക്കേണ്ടി വരും. അപ്പോൾ ദുഃഖരഹിതമായിട്ട് ഉള്ള ഒരു സുഖം, അത് വെളിച്ചവും നിഴലും പോലെ ഇങ്ങനെ കൂടെ ഉണ്ടാവും. വെളിച്ചമുണ്ട് നിഴലുണ്ടെന്ന് പറഞ്ഞതുപോലെ. അപ്പം ഇതിനെ രണ്ടിനെ മാറ്റി ആനന്ദം എന്നുള്ള അവസ്ഥ, നമ്മുടെ സ്ഥായിയായ അവസ്ഥ, അതിലേക്ക് എത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് സന്യാസ സമ്പ്രദായം എന്നുള്ളത്. അത് വേഷത്തിലല്ല, ഒരു വിധത്തിൽ വേഷത്തിലല്ല എന്ന് തന്നെ പറയാം. കാഷായം അഗ്നിയുടേതാണ്, അഗ്നിയുടെ കളറാണ്, അത് നിറമാണ്. അഗ്നി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്, വെളിച്ചം അറിവിൻ്റെ പ്രതീകമാണ്. അഗ്നി എപ്പോഴും അത് മുകളിലേക്ക് കുതിക്കുന്നത് പോലെയാണ് അഗ്നി എപ്പോഴും നിൽക്കുന്നത് തന്നെ. വെള്ളമാണ് താഴോട്ടൊഴുകും, അഗ്നി മേലോട്ടാണ്. അപ്പം അത് എപ്പോഴും ആത്മോന്മുഖമായി സഞ്ചരിക്കുന്നതിൻ്റെ പ്രതീകം എന്നുള്ളതിൻ്റെ ആ ഉയർന്ന തലങ്ങളെ ചിന്തിച്ചുകൊണ്ട്, താഴ്ന്ന തലങ്ങളിലേക്ക് മനസ്സ് പോകാതെ ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന ആത്മസ്വരൂപത്തിൽ നിർത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരപഥം തന്നെയാണ് സന്യാസം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് കാഷായം ഒക്കെ എടുക്കുന്നത്. അജ്ഞാനത്തെ ഇല്ലാതാക്കിയതിൻ്റെ സൂചകം. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറുന്നു. അപ്പോൾ ഇരുട്ട് ഇല്ലാതെ, അന്ധകാരത്തെ ഇല്ലാതെയാക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സന്യാസിമാർ. അപ്പോൾ അത് സന്യാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്. അതിനെ സാധനയായിട്ട് സ്വീകരിച്ച്
ആ ലക്ഷ്യത്തിലെത്തുന്നവരും ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുന്നവരും എത്തി നിൽക്കുന്നവരുമുണ്ട്. അപ്പൊ അങ്ങനെ ആണ് സന്യാസ സമ്പ്രദായത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കർമ്മഫലത്യാഗമാണ് ഭഗവാൻ ഇവിടെ ഈ സന്യാസത്തിന്റെ സൂചകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു മാർഗം നമ്മുടെ പ്രാചീന കാലം മുതലേ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ ഒരു സമ്പ്രദായം വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ ജീവിതത്തിലെ 100 വർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ആയുസ് 100 വർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യം, പിന്നത്തെ 25 ഗാർഹസ്ഥ്യം, പിന്നത്തെ 25 വാനപ്രസ്ഥം, പിന്നത്തെ 25 സന്യാസം എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് സന്യാസത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ബാക്കിയുള്ള ആശ്രമങ്ങളെല്ലാം. അതിന് മനസ്സിനെ പാകതപ്പെടുത്തലായിരുന്നു അതിൻ്റെ സൂചകമായിട്ടാണ് ധാർമ്മികമായ ചര്യകൾ അനുഷ്ഠിച്ച്. ഓരോ ആശ്രമങ്ങൾക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. ബ്രഹ്മചര്യാശ്രമത്തിന് ബ്രഹ്മചര്യാശ്രമത്തിന്റെ ധർമ്മം, ഗാർഹസ്ഥ്യ ആശ്രമത്തിന് അതിൻ്റെതായ ധർമ്മം, വാനപ്രസ്ഥത്തിന് അതിൻ്റെതായ ധർമ്മം, സന്യാസത്തിന് അതിൻ്റെതായ ധർമ്മം, ഇങ്ങനെ നിശ്ചയിച്ചു. ആ ധർമ്മത്തിന്റെ പന്ഥാവിലൂടെ നയിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അനുസരിച്ച് രൂപപ്പെട്ടു വരികയാണ്, പാകപ്പെടുകയാണ്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയായിരുന്നു കുറെ കാലം പോയത്. എന്നാൽ അതേ പ്രാചീന സമ്പ്രദായത്തിൽ പറയുന്നുണ്ട്, ഏതൊരാൾക്ക് ഏതൊരാശ്രമത്തിൽ നിന്ന് വേണമെങ്കിലും എപ്പോൾ പൂർണ്ണ വൈരാഗ്യം ഉദിച്ചുവോ ആ സമയത്ത് സന്യാസത്തിലേക്ക് പോകാനുള്ള അധികാരം ഉണ്ടെന്ന് ജാവാല ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴാണോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ജീവിതത്തിന്റെ നശ്വരതയെ, ക്ഷണികതയെ, അനിത്യം അസുഖം ലോകം എന്ന് പറഞ്ഞതുപോലെ ഈ ലോകം അസുഖമാണ്, സുഖം ഉള്ളതല്ല, ഈ വസ്തുക്കളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിലൊക്കെ ദുഃഖം തരുന്നതാണെന്ന് പൂർണ്ണമായി ബോധ്യം വന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമാണ് ഈ വൈരാഗ്യം ഉണ്ടാകുന്നത്. വികതം രാഗമാണ് വൈരാഗ്യം. എന്നുവെച്ചാൽ രാഗങ്ങൾ കൊഴിഞ്ഞു പോവുക, ആഗ്രഹങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ്. ഈ ആഗ്രഹങ്ങളെല്ലാം പോകുന്നു. ആത്മവസ്തുവിനെ മാത്രമാണ് അവിടെ കാമിക്കുന്നത്, ആത്മാവിനെ അറിയലാണ്. അപ്പൊ അവിടെയാണ് ആ സന്യാസത്തിന്റെ രീതികൾ. അപ്പോൾ അത് ഏത് ആശ്രമത്തിൽ നിന്ന് വേണമെങ്കിലും മാറി ചിന്തിക്കാം, സന്യാസത്തിലേക്ക് പോകാം. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ രീതിയിലാണ് സന്യാസ സമ്പ്രദായം പോകുന്നത്. അത് നമുക്കറിയാം. പിന്നീട് കാലങ്ങൾ മാറുന്തോറും കാലദേശങ്ങൾക്കനുസരിച്ചിട്ട് ഈ സമ്പ്രദായങ്ങൾക്കൊക്കെ കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ രീതികൾക്ക്, അതിൻ്റെ ചര്യകൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം സമ്പ്രദായ ഭേദങ്ങൾ ഇവിടെ ഉണ്ടായി. പിന്നെ നമുക്ക് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ ധർമാനുസൃതമായിട്ട് ജനങ്ങൾ സ്വയം ആത്മനിയന്ത്രണശീലമുള്ള ജനങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ധർമ്മത്തിന്റെ പന്ഥാവിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ധർമ്മത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിപ്പിക്കുന്നതിന് ദിശ കാണിച്ചു കൊടുക്കുന്നതിന് ഒരു സമ്പ്രദായം, മറ്റു സമ്പ്രദായങ്ങൾ വേണ്ടി വന്നു. മിഷണറി സമ്പ്രദായം വേണ്ടി വന്നു. ബുദ്ധന്റെ കാലത്താണ് ഒരു മിഷണറി സമ്പ്രദായം സന്യാസത്തിന് ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ബുദ്ധനാണ് ആദ്യത്തെ സന്യാസി സമ്പ്രദായത്തെ സംബന്ധിച്ച് ആദ്യത്തെ മിഷണറി ആയിട്ട് ധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള രീതി ആരംഭിച്ചത്. പിന്നെ മറ്റു പലരും അത് അനുവർത്തിച്ചു പോന്നു. 8-ാം നൂറ്റാണ്ടായപ്പോ ശ്രീശങ്കര ഭഗവത്പാദരാണ് ദശനാമി സമ്പ്രദായത്തിൽ, അതായത് അദ്വൈത വേദാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദശനാമി സമ്പ്രദായം ഉണ്ടാക്കി അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത് 10 നാമങ്ങളോടുകൂടിയ സമ്പ്രദായങ്ങൾ അദ്ദേഹം രൂപീകരിച്ചു. അതായത് തീർത്ഥം, ആശ്രമം, സരസ്വതി, പുരി, ഭാരതി, വനം, ആരണ്യം, ഗിരി, പർവ്വതം, സാഗരം. ഇതാണ് 10 നാമങ്ങൾ. ഇത് ഓരോ പേരിൻ്റെ കൂട്ടത്തിൽ അവസാനം ഈ തീർത്ഥമെന്നോ ആശ്രമമെന്നോ സരസ്വതിയെന്നോ പുരിയെന്നോ ഭാരതിയെന്നോ വനമെന്നോ ആരണ്യമെന്നോ ഗിരിയെന്നോ പർവ്വതമെന്നോ സാഗരമെന്നോ ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു സമ്പ്രദായം വന്നു. അദ്ദേഹം ഈ സമ്പ്രദായത്തെ സമൂഹത്തെ പ്രചരിപ്പിക്കാൻ, ഈ അദ്വൈതമായ സമ്പ്രദായത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 മഠങ്ങൾ ഉണ്ടാക്കി. ശൃംഗേരി, ബദരി, ദ്വാരക, ജഗന്നാഥം തുടങ്ങിയ 4 ഭാരതത്തിൻ്റെ 4 ഭാഗങ്ങളിൽ, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആശ്രമങ്ങൾ രൂപീകരിക്കുകയും ആചാര്യന്മാരെ നിശ്ചയിക്കുകയും അതുവഴിക്ക് ധർമ്മം പ്രചരിപ്പിച്ചു സമൂഹത്തിൽ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നീട് സ്വാമി വിവേകാനന്ദന്റെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെട്ടു. കടൽ കടന്ന് അക്കരെ പോയി ജനസമൂഹത്തെ, പാശ്ചാത്യരെ ബോധവൽക്കരിച്ചു. കാരണം നമ്മളെല്ലാം അന്ന് ഭാരതത്തിലുള്ളവരെല്ലാം പാശ്ചാത്യ നാട്ടിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയായിരുന്നു. അവരുടേതെല്ലാം മഹത്തരമാണെന്നും നമ്മുടേതൊന്നും കൊള്ളില്ല എന്നുള്ള, അല്ലെങ്കിൽ അതെല്ലാം നികഷ്ടമാണെന്നൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടമുണ്ട്. അന്ന് സ്വാമി വിവേകാനന്ദൻ ഇവിടുന്ന് കടൽ കടന്ന് അക്കരെ പോയി ചിക്കാഗോയിൽ തൻ്റെ ആദ്യ പ്രഭാഷണത്തിൽ സനാതനധർമ്മം എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ അവര് ഒരു കാലത്ത് അന്ധവിശ്വാസമെന്ന് അവർ വിചാരിച്ചിരുന്നത് അവരുടെ വിചാരങ്ങളൊക്കെ തിരുത്തേണ്ടി വന്ന ഒരു സന്ദർഭമുണ്ട്. ഇത്രയും മഹത്തരമായിരുന്നോ നമ്മുടെ സനാതനധർമ്മമെന്ന് അവര് അത്ഭുതപ്പെടുകയുണ്ടായി ആ പ്രഭാഷണങ്ങൾക്ക് ശേഷം. എന്തായാലും ഭാരതത്തിലുള്ളവരും തിരിച്ചറിഞ്ഞ് ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വൻ സ്വീകരണം ഇവിടെ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇന്നും യുവജനങ്ങളെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ നമ്മുടെ സമ്പ്രദായങ്ങൾ എന്താണെന്നും സംസ്കാരം എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതമെന്നും എന്താണെന്ന് ലക്ഷ്യമാക്കുന്നതെന്നും എങ്ങനെയാണ് ആ ലക്ഷ്യത്തെ പ്രാപിക്കേണ്ടതെന്നും ഒക്കെയുള്ള വിശദീകരണങ്ങളെല്ലാം അതിൽ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തിന് അത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി. കേരളത്തിൽ നമുക്കറിയാം, പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഇവിടെ ജാതി ചിന്തയ്ക്ക് അതീതമായി നിന്നുകൊണ്ട് അന്ന് താഴ്ന്നവനെന്നും സവർണനും അവർണനും എന്ന് വേർതിരിച്ച് കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റിയുള്ള ചിന്തകളെ, തെറ്റിദ്ധാരണകളെ നീക്കി മനുഷ്യ സമുദായം മുഴുവൻ ഒന്നാണ് എന്ന് ദർശിക്കുവാൻ, കാണാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ അത് ഈ സനാതനധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്, അദ്വൈതത്തെ തന്നെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം അതിനെ പുനരാവിഷ്കരിച്ചത്. പുതുതായിട്ടൊന്നും ഉണ്ടാക്കുകയല്ലല്ലോ. മഹാത്മാക്കളെല്ലാം ചെയ്യുന്നതിന് അതിൽ തിരുത്തൽ നടത്തി, തിരുത്തേണ്ടത് ത്യാജ്യഗ്രാഹ്യ ബുദ്ധിയോടുകൂടി, ത്യജിക്കേണ്ടത് ത്യജിച്ച്, ഗ്രഹിക്കേണ്ടത് ഗ്രഹിച്ച് മുന്നോട്ട് പോയവരാണ് മഹാത്മാക്കളൊക്കെ. അതിലെ അബദ്ധവിശ്വാസങ്ങളെ, അബദ്ധജടിലങ്ങളായ വിശ്വാസങ്ങളെ അവര് വേർതിരിച്ച് കാട്ടും. അതിനെ മാറ്റി നിർത്തിയിട്ട് ശരിയായ ദിശയിലേക്ക് സമൂഹത്തെ നയിക്കുന്നവരായിരുന്നു നമ്മുടെ മഹാത്മാക്കളല്ല. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളും മറ്റ് പ്രതീകാത്മകങ്ങളായ സനാതന പ്രതീകങ്ങളായ പല കാര്യങ്ങളും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ജനസമൂഹത്തെ ധാർമ്മികമായ മാർഗത്തിൽ നയിച്ചത്. ഇപ്പോൾ അമ്മയെപ്പോലുള്ള, അതിനുശേഷം നമുക്കറിയാം അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ ഇന്ന് ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു അവർകളുടെയും ഒക്കെ സാന്നിധ്യം നമ്മൾ കാണുന്നത്. അങ്ങനെ വ്യത്യസ്ത സമ്പ്രദായങ്ങളെ നമ്മുടെ സംസ്കാരം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഭാരതത്തില് നിരീശ്വരവാദികളുടെ ചാർവാക സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നു. അവരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. ചാർവാകൻ മുതൽ അദ്വൈതി വരെ. അതിനിടയിൽ ധാരാളം സമ്പ്രദായങ്ങൾ, വൈഷ്ണവ സമ്പ്രദായം, ശാക്തേയ സമ്പ്രദായം, ശൈവ സമ്പ്രദായം, വിശിഷ്ടാദ്വൈത സമ്പ്രദായം, ദ്വൈത സമ്പ്രദായം, നാദസമ്പ്രദായം, സൗരസമ്പ്രദായം, ഗാണവത്യ സമ്പ്രദായം, അങ്ങനെ നിരവധി സമ്പ്രദായങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോരുത്തരുടെ അഭിരുചികൾ, വാസനകൾ, അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ, അവരുടെ ചിന്താഗതികൾ, ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യസ്തങ്ങളായ രീതികൾ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടു. അപ്പോൾ ഈ വ്യത്യസ്ത രീതികൾ വേണം. ഭാരതത്തിലെ അമ്മ പറയുന്നത് പോലെ ഭാരതം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തൊപ്പിയല്ല. ഒരു കടയിൽ നമുക്ക് ഒരു തൊപ്പി, ഒരളവിലുള്ള തൊപ്പിയാണെങ്കിൽ അത് എല്ലാവർക്കും ഇടാൻ പറ്റില്ല. ചിലരുടെ തലയിൽ കൊള്ളത്തില്ല, ചിലത് അത് വലിപ്പം കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. അപ്പൊ വലിപ്പച്ചെറുപ്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ തൊപ്പികൾ വേണം. അഭിരുചികൾക്കനുസരിച്ച് അത് മാറ്റേണ്ടി വരും. അപ്പൊ അത് അഭിരുചികൾക്കനുസരിച്ച് അവർക്ക് വ്യത്യസ്ത സമ്പ്രദായങ്ങളിലൂടെ എങ്ങനെ അവരെ മുന്നോട്ട് നയിക്കാമെന്ന് പഠിപ്പിച്ചവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. ഓരോരുത്തരുടെ തലത്തിൽ ഇറങ്ങിച്ചെന്ന് നിന്നുകൊണ്ട്, അതാണ് അമ്മ പറയുന്നത്, ഓരോരുത്തരുടെ തലത്തിൽ ഇറങ്ങിച്ചെന്ന് നിന്നുകൊണ്ട് അവരെ ഉയർത്തുക എന്നുള്ളതായിരുന്നു ഭാരതീയ ഋഷീശ്വരന്മാരുടെ ദർശനങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഇവിടെ നിരവധി ദർശനങ്ങളുണ്ടായത്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, മീമാംസ, ഉത്തരമീമാംസ തുടങ്ങിയ സമ്പ്രദായ ദർശനങ്ങൾ അതെല്ലാം ഇവിടെ ഉണ്ടായി. വ്യത്യസ്ത മതഭേദങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതിനെല്ലാം കോർത്തിണക്കാനും സമന്വയിപ്പിക്കുവാനും നമ്മുടെ ഈ വിശാലമായ ചിന്താഗതിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഋഷീശ്വരന്മാരുടെ മനസ്സ് വിഷത്തോളം വളർന്ന മനസ്സായിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഇടുങ്ങിയ മനസ്സുള്ളവർക്കാണല്ലോ
തൻ്റെ മാത്രം ശരി, മറ്റുള്ളതെല്ലാം തെറ്റ് എന്ന് പറയുന്ന ഒരു രീതി, മറ്റുള്ളതെല്ലാം എന്തോ ഒരു ഒന്നിനും കൊള്ളാത്തതാണെന്നോ അല്ലെങ്കിൽ നികൃഷ്ടമാണെന്നോ എന്ന് എഴുതിത്തള്ളുന്ന ഒരു രീതി. അപ്പം അതല്ല നമ്മുടെ സമ്പ്രദായത്തിൽ, അങ്ങനെയല്ല. അപ്പം അത് എല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഭാരതീയ സമ്പ്രദായം ആവിഷ്കരിച്ചത്. അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ ആയ സമ്പ്രദായത്തെ, പുരാണ സമ്പ്രദായത്തെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആശ്രമത്തിലെ പുരി സമ്പ്രദായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ പുരി സമ്പ്രദായത്തിലാണ് ആദ്യത്തെ സന്യാസി ശിഷ്യനെ അമ്മ വാർത്തെടുത്തിട്ടുള്ളത്. പിന്നെ നിരവധി സന്യാസിമാർ ആ സമ്പ്രദായത്തിൽ ഇങ്ങനെ വന്ന് ധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അമ്മയെ സംബന്ധിച്ച് ത്യാഗപൂർണമായ ഒരു ജീവിതം, കാരുണ്യപൂർണമായ ഒരു ജീവിതം, സന്യാസത്തെ സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ ജനസമൂഹത്തെ ഈശ്വരനായി കണ്ട് സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അമ്മ പഠിപ്പിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ഗുഹയിലോ ഏകാന്ത വനത്തിലോ കണ്ണടച്ചിരുന്ന് അവനവൻ്റെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതല്ല. സമൂഹത്തിൽ ഇറങ്ങി, രണ്ട് കണ്ണും തുറന്നിരിക്കെ ഈ സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കാരുണ്യപൂർവ്വം ഇടപെട്ടുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയാണ് അമ്മ എന്നും അംഗീകരിച്ചിട്ടുള്ളത്. അതിന് ധാരാളം ശിക്ഷണ രീതികൾ അമ്മ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ സന്യാസി സമൂഹം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതിനാൽ ചുരുക്കുന്നു. ഈ അവസരത്തിൽ, ഈ 40-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ശ്രീ കരുണാകര ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ധർമ്മം പ്രചരിപ്പിക്കുവാനുള്ള എല്ലാ മംഗളങ്ങളും, എല്ലാ ആയുസ്സും ആരോഗ്യവും അതിനുള്ള ധർമ്മചോദനയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഈ സന്യാസി സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നു, സമർപ്പിക്കുന്നു. നന്ദി. നമഃശിവായ. 1984 സന്യാസ ദീക്ഷ ലഭിച്ച സന്യാസ സംഘത്തിലെ അംഗങ്ങളുടെ നാൾവഴികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിനായി ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ GR കിരൺ അവർകളെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിൻ്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിൻ്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, എത്രയും ബഹുമാനപ്പെട്ട ഹിസ് ഗ്രേസ് ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പസ് തിരുമേനി, ഓക്സിലറി ബിഷപ്പ് തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം സീറോ മലങ്കര കത്തോലിക്ക സഭ, എത്രയും ബഹുമാനപ്പെട്ട ആദരണീയ സ്വാമി വിവേകാമൃതാനന്ദപുരി അധ്യക്ഷൻ ശ്രീ മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട്, ആദരണീയ ജന്നി ഡോക്ടർ ഊർമിള ജ്ഞാന തപസ്വിനി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസി സന്യാസിനിമാർ, ബ്രഹ്മചാരിണി സച്ചിദായം, ബ്രഹ്മചാരി മനു എന്നും, ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ ആർ, ബ്രഹ്മചാരിണിമാർ ശ്രീ ഷാജി ബി, ശാന്തിഗിരി ആശ്രമം രക്ഷകർത്ത സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മബന്ധുക്കളെ സാദര പ്രണാമം. നമ്മുടെ ഓൺലൈൻ സത്സംഗം 12 ദിവസത്തിൽ ഇന്ന് നമ്മൾ 11-ാം ദിവസം എത്തി നിൽക്കുന്നു. നാളെ ഓൺലൈൻ സത്സംഗത്തിന്റെ സമാപന ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ 11 ദിവസങ്ങൾ കൊണ്ട് സന്യാസത്തിന്റെ ഓരോ പല രീതികൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. അത് ഗുരുകാരുണ്യം കൊണ്ട് ഇന്നിപ്പോൾ അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള സന്യാസി ഉൾപ്പെടെ ശങ്കരാചാര്യ സ്വാമികളുടെ രീതിയും അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങളിൽ നിന്നും അത് പിന്തുടരുന്ന മറ്റ് ശിഷ്യഗണങ്ങളുടെയും ഒക്കെ നമ്മൾ സന്യാസത്തിന്റെ പല രീതികൾ, അവരുടെ ചിന്തകൾ
ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഒപ്പം ശ്രീനാരായണ ഗുരു, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും, ഇന്നലെ ജെയിൻ മഹാവീരന്റെയും വർദ്ധമാന മഹാവീരന്റെയും ഒക്കെ നമ്മൾ കണ്ടു. ഒപ്പം ഇസ്ലാമിന്റെ നിരതയെക്കുറിച്ച് നബി തിരുമേനി പറഞ്ഞ് അറിയിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് അറിയുവാൻ കഴിഞ്ഞു. ഇന്നിപ്പോ കരുണാമയനായ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും നിർദ്ദേശാനുസരണമുള്ള കർമ്മനിരതമായ ജീവിതവും സന്യാസത്തെക്കുറിച്ചും നമുക്ക് കഴിഞ്ഞ ഈ 11 ദിവസങ്ങൾ കൊണ്ട് അറിയാൻ കഴിഞ്ഞു. അതിൽ ഇന്ന് മറിവാനീസ് തിരുമേനിയുടെ കാര്യം വന്നതും ഒരു നിമിത്തമായോ യാദൃച്ഛികമായോ അല്ല എന്ന് ഞാൻ കരുതുന്നു. ശാന്തിഗിരി ആശ്രമത്തിലെ ഒരുപാട് ആളുകളെ, ഒരുപാട് വിദ്യാർത്ഥികളെ മറിവാനീസ് കോളേജിലേക്കാണ് ഗുരു പറഞ്ഞ് വിട്ടിട്ടുള്ളത്. അവിടെ വിദ്യാഭ്യാസം ചെയ്യുവാനാണ് ഗുരു അറിയിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ സന്യാസിനിമാരും ഒപ്പം ബ്രഹ്മചാരിണിമാരും ഒക്കെ ഉൾപ്പെടുന്നു. മറിവാനീസ് തിരുമേനിയെ പറ്റി അധികം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ 1908 MA പാസ്സായ ഗീവർഗീസ് എന്ന വ്യക്തിയാണ് പിന്നീട് മറിവാനീസ് തിരുമേനിയാകുന്നത്. അത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ആദ്യത്തെ MA കാരനാണ് ഒരു സന്യാസിയായി മാറിയത്. ആ ജീവചരിത്രമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹം സ്ഥാപിച്ച ബദനി സെമിനാരി എന്നല്ല അത് അറിയപ്പെടുന്നത്, ബദനി ആശ്രമം എന്നാണ് എന്നതൊക്കെ നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് 11ാമത്തെ ദിവസം എത്തുമ്പോൾ നമ്മുടെ ഈ 40 വർഷം മുൻപ് ദീക്ഷ സ്വീകരിച്ച ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ ത്യാഗ അനുഭവ സ്നേഹയാത്ര നമ്മൾ ഈ 21 ദിവസത്തിൽ തന്നെ നമ്മൾ ഒരിക്കൽ കൂടി അറിയാനുള്ള ഭാഗ്യം ഉണ്ടാകും. അത് വരും ദിവസങ്ങളിലാണ് ശിഷ്യപൂജിതയെ കുറിച്ചുള്ള നമ്മൾ ഒരിക്കൽ കൂടി ആ ത്യാഗ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. ഗുരുവിൽ നിന്നും 40 വർഷം മുമ്പ് സന്യാസ ദീക്ഷ സ്വീകരിച്ച 2 സർവാദരണീയ ജനനിമാരുടെ അനുഭവ യാത്രയാണ് നമുക്കിന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ കളമച്ചൽ എന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണന്റെയും ശ്രീമതി മീനാക്ഷിയുടെയും 4 മക്കളിൽ 2ാമത്തെ കുട്ടിയാണ് ലില്ലി. ലില്ലിയുടെ അമ്മുമ്മ ലക്ഷ്മിയാണ് ആദ്യമായി പോത്തുങ്കോട് ശാന്തിഗിരി ആശ്രമത്തിലെത്തുന്നത്. 1972 കാലഘട്ടമായിരുന്നു അത്. കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു തീരാവ്യാധി പിടിപെട്ടു. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ അവസ്ഥയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗുരുവിനെ കുറിച്ച് അറിഞ്ഞ് അമ്മുമ്മ ആദ്യമായി ഗുരുവിനെ കാണാൻ എത്തിയത്. കണ്ട മാത്രയിൽ തന്നെ മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ ദിവ്യത്വം അമ്മുമ്മയ്ക്ക് തോന്നി. നിങ്ങൾ വിഷമിച്ചു വന്നതാണല്ലേ എന്ന ഗുരുവിന്റെ ചോദ്യത്തിന് അമ്മുമ്മ വന്ന കാര്യം പറയുകയും അത് കേട്ട് ഗുരു അത് സാരമില്ല, നമുക്ക് ഭസ്മവും തീർത്ഥവും കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാം, നിങ്ങൾ എല്ലാവരും ഇതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. തിരികെ വീട്ടിലെത്തിയ അമ്മുമ്മ എല്ലാവരോടും വിവരങ്ങൾ പറഞ്ഞു. എന്നാൽ വീട്ടിൽ അതത്ര കാര്യമാക്കിയില്ല. എന്നിരുന്നാലും അമ്മുമ്മ പല പ്രാവശ്യമായി ഗുരുവിന്റെ അടുത്ത് പോവുകയും കാര്യങ്ങൾ പറയുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു പോന്നു. ഒരിക്കൽ ഗുരു അമ്മുമ്മയോട് പറഞ്ഞു, കുടുംബത്തിൽ ഒരു ദോഷമുണ്ട്, അത് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിച്ചു മാറ്റണം. ഈ കാര്യങ്ങൾ അമ്മുമ്മ വീട്ടിൽ വന്ന് പറയുമ്പോൾ ലില്ലിക്ക് ഗുരുവിനെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായി. ആശ്രമത്തിൽ എത്തണമെന്ന ചിന്ത പലപ്പോഴായി അവളുടെ ഉള്ളിൽ ഉണ്ടായി. അമ്മുമ്മ പ്രാർത്ഥന ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ലില്ലിയുടെ ഉള്ളിൽ ആശ്രമത്തിൽ എത്തണമെന്ന ആഗ്രഹം വളരെ കൂടുതലായി. അങ്ങനെ 13ാമത്തെ വയസ്സിൽ കുടുംബത്തിലെ 25ഓളം അംഗങ്ങളോടൊപ്പം ലില്ലി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ലില്ലി ആദ്യം ആശ്രമത്തിൽ എത്തുമ്പോൾ ഗുരു അന്നത്തെ ചെറിയ പർണശാലയ്ക്ക് മുൻപിൽ നിൽക്കുകയായിരുന്നു. ഗുരുവിനെ കണ്ടതോടെ ലില്ലിക്ക് തന്റെ ശരീരത്തിന് വല്ലാത്ത വിഷമം അനുഭവപ്പെടുന്നതായും തന്റെ ബോധം നഷ്ടപ്പെടുന്നതായും അനുഭവപ്പെട്ടു. അത് ഒരു അനുഭവ വശത്തിന്റെ തുടക്കമായിരുന്നു. അവളെ പിടിച്ച് അവിടെ ഇരുത്തും എന്ന് ഗുരു പറയുന്നത് ലില്ലി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ലില്ലിയുടെ മുഖത്ത് ആരോ തീർത്ഥം തെളിച്ചു. അവർ പതിയെ ബോധത്തിലേക്ക് തിരിച്ചു വന്നു.
കുടുംബത്തിന്റെ ഗുരുപൂജ ചെയ്യാൻ ഗുരു അറിയിച്ചു. എല്ലാവരും ശക്തമായി 12ന്റെ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കണം എന്നും ഗുരു നിർദ്ദേശം. ആ നിർദ്ദേശപ്രകാരം 11:30 ആയപ്പോൾ പ്രാർത്ഥനാലയത്തിൽ എല്ലാവരും എത്തി. എന്താണ് പ്രാർത്ഥന എന്നൊന്നും അറിയില്ല. എങ്കിലും അവിടെ ഉണ്ടായിരുന്നവർ ചൊല്ലുന്നത് കേട്ട് ശക്തിയായി ലില്ലിയും പ്രാർത്ഥന ചൊല്ലി. അത് കഴിഞ്ഞ് ഗുരു കുടുംബാംഗങ്ങളെ വിളിച്ച് പങ്ക് നൽകി. അന്ന് ശിഷ്യപൂജിത ഒരു കൊച്ചുകുട്ടിയായിരുന്നു. മുൻപരിചയമുള്ള ആളുകളോടെന്ന നിലയ്ക്കാണ് ശിഷ്യപൂജിത അന്ന് ആ കുടുംബത്തോട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഗുരുപൂജയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ വളരെ ഗഹനമായി സംസാരിച്ചു. ഗുരുപൂജ കഴിഞ്ഞ് നിങ്ങൾ ജീവിതം സൂക്ഷിക്കണം. നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാകും. അത് പരസ്പരം ആരോടും പറയാതെ എന്നോട് തന്നെ വന്ന് പറയണം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ഈ വഴിയിൽ വരാനുള്ള ഭാഗ്യമുണ്ട്. അത് സ്വയം അനുഭവത്തിൽ തെളിഞ്ഞു കിട്ടും. അപ്പോൾ വന്ന് പറയണം എന്ന് ഗുരു അറിയിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോകാൻ നേരം ഗുരു ലില്ലിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എപ്പോഴൊക്കെ മോൾക്ക് ആശ്രമത്തിൽ വരണമെന്ന് തോന്നുന്നു അപ്പോൾ അച്ഛനമ്മമാരോട് പറഞ്ഞ് ഇവിടെ വരണം. കൊച്ചിനെ അവൾക്ക് തോന്നുമ്പോൾ പറയുമ്പോൾ ഇവിടെ കൊണ്ടുവരണം എന്ന് ലില്ലിയുടെ അച്ഛനോട് ഗുരു പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് പല പ്രാവശ്യം ലില്ലിയും കുടുംബവും ഗുരുവിനെ വന്ന് കാണുകയും പോവുകയും ഒക്കെ ചെയ്തു വന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാവുകയും അത് ഗുരുവിനോട് വന്ന് പറയുകയും ചെയ്തിരുന്നു. ലില്ലിക്കുണ്ടായ അനുഭവങ്ങൾ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഇത് സൂക്ഷിക്കണം, അന്ത്യം വരെയും ഇത് ഉതകി കിട്ടണം എന്ന് പ്രാർത്ഥിക്കണം എന്നും ഗുരു പറഞ്ഞു. ഈ സമയത്ത് ലില്ലിയുടെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ സുഗതൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കണമെന്ന് ചോദിക്കാൻ വരികയും ഗുരു ആശ്രമ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം അന്നു മുതൽ ആയുർവേദത്തിൽ കർമ്മങ്ങൾ ചെയ്ത് നിൽക്കുന്നു. അധികം വൈകാതെ വീട്ടിലെ ഉപജീവന മാർഗമായിരുന്ന കൈത്തറി ഗുരു നിർദ്ദേശിച്ചത് പ്രകാരം ആശ്രമത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ആശ്രമത്തിൽ തറിയുടെ പ്രവർത്തനം ആരംഭിച്ചു. അച്ഛനും സഹോദരിയും തറിയുടെ പ്രവർത്തനവുമായി ആശ്രമത്തിൽ സ്ഥിരതാമസമായി. അപ്പോൾ ലില്ലിയും അമ്മയും അനുജനും വീട്ടിലാണ്. ഈ അവസരത്തിൽ ഉത്തരേന്ത്യയിലെ പ്രയാഗ് എന്ന സ്ഥലത്ത് കുംഭമേള നടക്കുന്ന ആ സ്ഥലത്ത് 7 പേരടങ്ങുന്ന ഒരു സംഘം പദയാത്രയായി അവിടേക്ക് പോകുന്നതിനായി ഗുരു കൽപ്പിച്ചു. അതിൽ ലില്ലിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ഗുരുവിന്റെ ഒരു അവസ്ഥാ പൂർത്തീകരണത്തിന് 27 നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ഒരു ആരാധനാ സങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിനായി ഗുരു ലില്ലിയെ ആളയപ്പിച്ച് വിളിപ്പിച്ചു. ആ സങ്കല്പം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് ഓരോ ദിവസം സംസാരിക്കുകയും തെറ്റുകൂടാതെ അന്ത്യം വരെയും ഇത് മനസ്സ് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഗുരു ലില്ലിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ലില്ലിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ വഴിയിൽ തന്നെ ജീവിതം നയിക്കണമെന്ന ചിന്ത ദൃഢമായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഗുരു ഒരിക്കൽ ലില്ലിയെ വിളിച്ച് സംസാരിച്ചു. നിന്റെ ജീവിതത്തിന് ഒരു തീർപ്പ് വേണം. ഗുരു പറഞ്ഞു, ഞാൻ അന്ത്യം വരെയും ഗുരുവിൻ്റെതായി തന്നെ ജീവിക്കും. ലില്ലി ഉറച്ച സ്വരത്തിൽ തന്നെ മറുപടി പറഞ്ഞു. വീട്ടിൽ ആരോടും തന്നെ ഇതൊന്നും അവൾ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ഗുരുജയന്തിക്ക് വന്ന് തിരിച്ചു പോകാനായി ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു ലില്ലിയുടെ അച്ഛനോട് പറഞ്ഞു, അവൾ ഇവിടെ നിൽക്കട്ടെ, 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകാം. വസ്ത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഉള്ളത് മതി എന്ന് ഗുരു പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ദിവസം ഗുരു അച്ഛനെ വിളിച്ച് വസ്ത്രങ്ങളെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അന്നു മുതൽ ലില്ലി ആശ്രമത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. അന്ന് രാത്രി 8 മണിക്ക് ഗുരു പൊതുവിൽ സംസാരിക്കുന്ന സമയത്ത് ലില്ലിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി പറഞ്ഞു, നാളെ മുതൽ നീ വിദ്യാഭവനിൽ കുട്ടികളെ നോക്കുന്ന കർമ്മത്തിൽ ഏർപ്പെട്ടു നിൽക്കണം. അങ്ങനെ ലില്ലി വിദ്യാഭവനിലെ കർമ്മത്തിൽ ഉൾപ്പെട്ട് ആശ്രമത്തിൽ സ്ഥിരതാമസമായി. ഈ സമയത്ത് ഗുരു സന്യാസത്തെക്കുറിച്ച് ലില്ലിയോട് സംസാരിക്കുകയും ലില്ലി സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുവാൻ ഉറപ്പിക്കുകയും ചെയ്തു. 1984 ഒക്ടോബർ 4-ാം തീയതി ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച ലില്ലി ജനനി അഭേദ ജ്ഞാന തപസ്വിനിയായി. ആശ്രമത്തിന്റെ പല പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കാൻ ഗുരു ജനനിക്ക് അവസരം നൽകി. കമ്മ്യൂണിറ്റി കിച്ചൺ, വിദ്യാഭവൻ, സ്റ്റോർ, സുഖം തരും പുടവ തുടങ്ങിയ ഇവയിൽ ചിലതാണ്. ഇപ്പോൾ സർവാധരണീയ ജനനി ശാന്തിഗിരി ആശ്രമം സുൽത്താൻ ബത്തേരി ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്നു. സർവാധരണീയ ജനനി അഭേദജ്ഞാന തപസ്വിനിക്ക് ഗുരുവിൽ നിന്നും എല്ലാ കാരുണ്യവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുമളി ആനവിലാസം എന്ന പ്രദേശത്ത് കൃഷ്ണൻ തങ്കമ്മ ദമ്പതികളുടെ
4 മക്കളിൽ രണ്ടാമത്തെ മകളായിരുന്നു ശാന്ത. ശാന്തയുടെ അച്ഛന്റെ അമ്മയുടെ ഒരു രോഗവുമായി ബന്ധപ്പെട്ടാണ് അച്ഛൻ ആദ്യമായി പോത്തുംകോട് ശാന്തിഗിരി ആശ്രമത്തിൽ എത്തുന്നത്. 1978 കാലഘട്ടമായിരുന്നു അത്. അച്ഛൻ ഗുരുവിനെ കാണാനായി തിരുവനന്തപുരത്ത് എത്തിയ ദിവസം രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ശാന്തയ്ക്ക് ഒരു അനുഭവമുണ്ടായി. വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ തന്റെ അടുത്ത് നിൽക്കുന്നു. ആ മുഖം സൂര്യനെ പോലെ ജ്വലിക്കുന്നു. 2-ാം ദിവസവും ഇത് തുടർന്നു. ഈ സമയത്ത് അവൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് സ്കൂളിൽ മലയാളം ക്ലാസ്സിൽ ടീച്ചർ കൊട്ടാരം ഉപേക്ഷിച്ച് സന്യാസിയായ ശ്രീബുദ്ധന്റെ ഒരു പാഠം പഠിപ്പിച്ചു. ഇത് കേട്ട് ശാന്തയ്ക്ക് ഒരാഗ്രഹം, തനിക്കും സന്യാസിയാകണം. അവൾ തന്റെ ആഗ്രഹം ടീച്ചറിന്റെ അടുത്ത് അറിയിച്ചു. ടീച്ചർ പറഞ്ഞു, 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കന്യാസ്ത്രീയാകാം. ശാന്തയുടെ മനസ്സിൽ ഈ ആഗ്രഹം തങ്ങി നിന്നു. തുടർന്ന് അച്ഛൻ ഗുരുവിനെ കാണാനായി എത്തിയപ്പോൾ ഗുരു പറഞ്ഞു, നീ പോയി നിന്റെ 2-ാമത്തെ മകളെയും കൂട്ടി വരണം. തിരിച്ചു വീട്ടിലെത്തിയ അച്ഛൻ അമ്മയും ശാന്തയും കൂട്ടി വീണ്ടും പോത്തുംകോട് ആശ്രമത്തിലെത്തി. വെളുപ്പിന് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ആശ്രമത്തിലെത്തുമ്പോൾ നേരം സന്ധ്യയായി. അച്ഛനും അമ്മയും നേരെ പ്രാർത്ഥനാലയത്തിലേക്ക് പോയി. ശാന്ത നോക്കുമ്പോൾ താൻ വീട്ടിൽ വെച്ച് കാണാറുള്ള വെള്ള വസ്ത്രം ധരിച്ച ആൾ അവിടെ പർണശാലയ്ക്ക് സമീപം ഒരു മരച്ചുവട്ടിലിരിക്കുന്നു. അവൾ ഓടി അവിടെ എത്തി. അവളെ കണ്ട് ഗുരു ചോദിച്ചു, ആ മോള് വന്നോ? ശാന്തയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അന്ന് ആശ്രമത്തിൽ താമസ സൗകര്യമൊക്കെ കുറവാണ്. ഉള്ള സ്ഥലത്ത് തറയിൽ കിടന്ന ശാന്തയ്ക്ക് അന്ന് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ 6 മണിയുടെ ആരാധനയ്ക്കായി ശാന്ത പ്രാർത്ഥനാലയത്തിൽ എത്തിയപ്പോൾ പർണശാലയിൽ ഗുരു നിൽക്കുന്നു. ഗുരു അവളെ കൈകാട്ടി വിളിച്ചു. അടുത്ത് ചെന്നപ്പോൾ ഗുരു ചോദിച്ചു, മോൾ ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? നമുക്കിവിടെ സൗകര്യമൊക്കെ കുറവാണ്. സാരമില്ല, നമുക്ക് ദൈവം ഇവിടെ എല്ലാ സൗകര്യവും തരും. അന്ന് ശാന്ത മാതാപിതാക്കളോടൊപ്പം തിരിച്ചുപോയി. ഗുരു ഇടയ്ക്ക് കല്ലാർ കുമിളി ആശ്രമ ബ്രാഞ്ചുകളിൽ എത്തിച്ചേരാറുണ്ടായിരുന്നു. ഒരു ദിവസം കുമിളി ആശ്രമത്തിൽ വെച്ച് ശാന്തയുടെ അച്ഛൻ ഗുരുവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ഗുരു വരാമെന്ന് അച്ഛനോട് സമ്മതിക്കുകയും ചെയ്തു. കുമിളിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉള്ളിലാണ് ആനവിലാസം എന്ന സ്ഥലം. അന്നൊക്കെ ലൈൻ ബസ്സിലായിരുന്നു ഗുരുവിന്റെ യാത്ര. മധുര വഴിയായിരുന്നു ഗുരു കുമിളിയിലേക്ക് വന്നിരുന്നത്. അന്ന് ശാന്തയുടെ വീട്ടിൽ വന്ന ഗുരു വീട്ടുകാരോടും അയൽവാസികളോടും എല്ലാം സംസാരിച്ചു. അതിനുശേഷം ഗുരു ഒരിക്കൽ കൂടി ശാന്തയുടെ വീട്ടിൽ ചെന്നിരുന്നു. അന്ന് നീല ബസ്സായിരുന്നു. അന്ന് നീല ബസ്സിലായിരുന്നു ഗുരു വന്നിരുന്നത്. അന്നും പരിസരവാസികളെ എല്ലാം അവിടെ ഒത്തുകൂടി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഗുരു തന്റെ മടിയിലിരുത്തി അരിയിൽ എഴുതിച്ച് വിദ്യാരംഭ കർമ്മത്തിന് തുടക്കമിട്ടു. ആ സമയത്ത് വീട്ടിൽ ഒരു വാഴ കുലച്ചിരുന്നു. അച്ഛൻ അത് ഗുരുവിന് കൊടുക്കണമെന്ന് ഇടയ്ക്ക് വീട്ടിൽ പറയുന്നത് ശാന്ത കേട്ടിട്ടുണ്ട്. ശാന്തയോടൊപ്പം വീടിന്റെ പരിസരം കാണാനിറങ്ങിയ ഗുരു ഈ വാഴയുടെ അടുത്തെത്തി. ആ കുല ഗുരു തന്നെ വെട്ടിയെടുത്ത് ശാന്തയോട് അതെടുത്ത് ഗുരുവിന്റെ വാഹനത്തിൽ കൊണ്ടുവയ്ക്കുവാൻ പറഞ്ഞു. ഈ സമയത്ത് ശാന്ത 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഗുരു വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം ശാന്ത ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ഞാനും ഗുരുവിനോടൊപ്പം ആശ്രമത്തിലോട്ട് വന്നോട്ടെ. എനിക്ക് ആശ്രമത്തിൽ ഗുരുവിനോടൊപ്പം നിൽക്കണമെന്നാണ് ആഗ്രഹം. ശാന്തയ്ക്ക് ഗുരുവിനോടൊപ്പം ആശ്രമത്തിലേക്ക് വരാനായി ഗുരു അനുവാദം കൊടുത്തു. അന്ന് വീട് വിട്ട് ഗുരുവിനോടൊപ്പം ആശ്രമത്തിലേക്ക് വന്ന ശാന്ത പിന്നീട് തന്റെ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടില്ല. ആശ്രമത്തിൽ നിർത്തി ഗുരു ശാന്തയെ പഠിപ്പിച്ചു. ആശ്രമ കർമ്മങ്ങളും പഠനവും ഒക്കെയായി അവർ മുന്നോട്ട് പോയി. അന്ന് മുറ്റമടിക്കാനും തറ ചാണകം മെഴുകാനും ഒക്കെ തന്നെയും ഗുരു തന്നെയാണ് ശാന്തയെ പഠിപ്പിച്ച് കൊടുത്തത്. 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസ ദീക്ഷ വേളയിൽ ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച് ശാന്ത ജനനി അനവദ്യ ജ്ഞാന തപസ്വിനിയായി. ഗുരു ശുശ്രൂഷയും ആശ്രമകർമ്മങ്ങളും പ്രാർത്ഥനയുമായി ജനനി മുന്നോട്ട് പോകും. ജനനി ഇപ്പോൾ ശാന്തിഗിരി ആശ്രമം ബാംഗ്ലൂർ ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്നു. സർവാദരണീയ ജനനി അനവദ്യ ജ്ഞാന തപസ്വിനിക്ക് ഗുരുവിൽ നിന്നും എല്ലാ കാരുണ്യവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ 11-ാം ദിവസം ഗുരുവിന്റെ ആത്മപൂർത്തീകരണത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുരുവിന്റെ ആത്മപൂർത്തീകരണം, ഈ ആരാധന കർമ്മം ഗുരുവിന്റെ ആത്മപൂർത്തീകരണത്തിന്റെ വേളയിൽ ദൈവം അറിയിച്ചത് ഇങ്ങനെയാണ്.
യുഗാന്തരങ്ങളായി ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം സഫലമായി. എനിക്ക് തൃപ്തിയായി. 1985 ശേഷം ഒരു അറിയിപ്പ് കിട്ടിയത് ഇങ്ങനെയാണ്: ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആരാധനാ സ്ഥലമായി മാറും. കുറച്ചെങ്കിലും നന്മ ചെയ്ത് ജീവിക്കുന്ന വീട്ടുകാർക്ക് 1973 ശേഷം ജനിക്കുന്ന കുട്ടികൾ സത്സന്താനങ്ങളായിരിക്കും. അവർ മാതാപിതാക്കളുടെ കർമ്മത്തെക്കാൾ ഉയർന്നവരും ഭാഗ്യമുള്ളവരും ആയിരിക്കും. അന്ന് സംസാരിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഇതോടെ ഈ ഗുരുക്കന്മാരുടെ ശിഷ്യ പരമ്പര 73 മുതൽ ലോകത്തെമ്പാടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഗുരുമാർഗത്തോട് പ്രത്യേകമായ ഒരു ആഭിമുഖ്യം കാണും. മറ്റെവിടെ ജനിക്കുന്നതിനേക്കാളും ഉയർന്ന കർമ്മശേഷിയുള്ള കുട്ടികൾ ഈ പരമ്പരയിൽ വന്ന് ജനിക്കും. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനയും സങ്കല്പവും കർമ്മവും. അങ്ങനെ ഗുരു സർവ നക്ഷത്ര രാശി മണ്ഡലങ്ങൾക്കും നവഗ്രഹങ്ങൾക്കും നവജ്യോതികൾക്കും അവകാശിയായി. സൂക്ഷ്മത്തിലുള്ള സർവ ആത്മാക്കളെയും തന്നിലേക്ക് കൊണ്ടുവന്ന് ആത്മശുദ്ധീകരണം നിർവഹിക്കാനുള്ള ആത്മപൂർത്തീകരണം നേടി. തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവ്വതും സ്വജീവനിൽ സമാർജിതമായി. കൽപ്പാന്തത്തോളം നീളുന്ന കാലാന്തരങ്ങളും എണ്ണമറ്റ സൗരയൂഥങ്ങളോളം വ്യാപിക്കുന്ന ദേശാന്തരങ്ങളും ആത്മാവിൽ നിന്നും ഭിന്നമല്ലാതായി. രൂപമറ്റ ബ്രഹ്മരൂപനായി, ഓങ്കാര രൂപനായി. ആത്മപൂർത്തീകരണത്തിന്റെ ആ മുഹൂർത്തത്തിൽ ബ്രഹ്മം അറിയിച്ചത് ആണ് നേരത്തെ നമ്മൾ അറിഞ്ഞത്. യുഗാന്തരങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് പൂർത്തിയായി. പ്രപഞ്ചത്തിന്റെ സമ്പൂർണമായ ആത്മസംസ്കാര നവോത്ഥാന മാർഗം, അതായിരുന്നു ബ്രഹ്മം യുഗാന്തരങ്ങളായി ആഗ്രഹിച്ചിരുന്നത്. ഗുരുവിന്റെ ആത്മപൂർത്തീകരണ കർമ്മം ആ മാർഗത്തിലേക്ക് തുറന്ന വാതിലായി. അത് ഗുരുമാർഗമായി. ആ ഗുരുമാർഗത്തിൽ കൂടി മുന്നോട്ടു പോകുന്ന, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സന്യാസി സഭയിലെ സന്യാസിനിമാരും ബ്രഹ്മചാരി സംഘത്തിലെ ബ്രഹ്മചാരിണിമാരും ഗൃഹസ്ഥാശ്രമികൾക്കും എന്നും എപ്പോഴും ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഒരറിയിപ്പുണ്ട്. നാളെ വ്യാഴാഴ്ച പ്രാർത്ഥനയുള്ളതിനാൽ 7:45 സത്സംഗം നടക്കുന്നത്. കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ഷാജി ബി അവർകളെ ക്ഷണിക്കുന്നു. സദ്ഗുരുശരണം. പരമകാരുണ്യവാനായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിമന്യ ശിഷ്യപൂജയെ സ്മരിച്ചുകൊണ്ട്, സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാരെ, സ്നേഹം നിറഞ്ഞ ആത്മബന്ധുക്കളിൽ സാദര പ്രണാമം. സന്യാസം ഒരു ഭാഗ്യമാണ്. അത് ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്ന കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും ശുദ്ധി വരുത്തുന്ന ഒരു കർമ്മമാണ്. ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരു സന്യാസ ദീക്ഷ നൽകിയതിൻ്റെ 40ാം വാർഷികം ഒക്ടോബർ 13 ആഘോഷിക്കുകയാണ്. 40ാം വാർഷികത്തോടനുബന്ധിച്ച് 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ സത്സംഗത്തിൻ്റെ 11ാമത്തെ ദിവസത്തെ സത്സംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനതപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തും. സീറോ മലങ്കര കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം സഹായ മെത്രാൻ ഡോക്ടർ മാർ പോളികാർബോസ് തിരുമേനി, മാർ ഇവന്യോസ് തിരുമേനിയുടെ സന്യാസ ദർശനത്തെക്കുറിച്ചും സന്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് അറിവ് പകർന്നു തന്നു. അദ്ദേഹത്തിന് ഗുരുനാമത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വ്യത്യസ്ത സന്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തരികയും സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന രീതിയാണ് അമൃതാനന്ദമയി മഠം പിന്തുടരുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത കോഴിക്കോട് അമൃതാനന്ദമയി മഠം അധ്യക്ഷൻ സ്വാമി വിവേകാമൃതാനന്ദപുരിക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ സംഘത്തിൽ പങ്കെടുത്ത
സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാർക്കും ബ്രഹ്മചാരിണിമാർക്കും രക്ഷകർത്ത സമിതിയിലെ അംഗങ്ങൾക്കും ആത്മവിദ്യാലയത്തിന്റെ പ്രവർത്തകർക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആത്മവിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ GR കിരൺ അവർക്ക് ഗുരുനാമത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സത്സംഗത്തിൽ പ്രാർത്ഥന നടത്തിയ ഡോക്ടർ ജന്നി ഊർമിള ജ്ഞാനതപസ്വിനിക്ക് ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഗുരുവന്ദന ആലപിച്ച ബ്രഹ്മചാരിണി സച്ചിത എന്നും ഗുരുവാണി വായിച്ച ബ്രഹ്മചാരി മനു എന്നും കോമ്പയറിംഗ് നടത്തിയ ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ ആറിനും ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മബന്ധുക്കൾക്കും ആശ്രമ ബന്ധുക്കൾക്കും കൂടാതെ ഇതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയ ആത്മവിദ്യാലയത്തിന്റെ പ്രവർത്തകർക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സത്സംഗത്തിൽ കൃതജ്ഞത അർപ്പിക്കുവാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ദേശം. ഈ സത്സംഗം ഗുരുതൃപാദങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ആദരണീയ ഡോക്ടർ ജനനി ഊർമിള ജ്ഞാനതപസ്വിനിയെ ക്ഷണിക്കുന്നു. സഗ്രേഷന്. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവി പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരു പരമ്പരയും സകലതും എന്റെ ഗുരുവിന്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയുധത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലതിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരു ശരണം.